ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു പ്രസംഗം നടത്താനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ജപ്പാൻ നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചിട്ട് 2025 80 വർഷം തികയുകയാണ്. ലോകത്ത് മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്കും മറക്കാൻ കഴിയാത്ത കൊടും ക്രൂരതയാണ് അമേരിക്ക ചെയ്തത്. ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നും സംഭവിച്ച അണുബോംബ് വിസ്ഫോടനം. ഹിരോഷിമയിലും നാഗസാക്കിയിലും അന്ന് ബോംബിന്റെ വികൃതമായ മുഖം നമുക്ക് കാണിച്ചു തന്നതോടൊപ്പം യുദ്ധത്തിന്റെ ഭീകരത എത്രത്തോളം മാനവരാശിക്ക് ദോഷകരമാണെന്നും വിളിച്ചു പറഞ്ഞു. മാനവരാശിയെ സംബന്ധിച്ച് ആഗസ്റ്റ് മാസം വലിയ ഒരു ദുർവിധിയുടെ ഓർമ്മപ്പെടുത്തലാണ്. ലോകത്ത് ആദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ച ദിനമായിരുന്നു ഓഗസ്റ്റ് 6. ജപ്പാനിലെ നഗരമായ ഹിരോഷിമയിലാണ് ആദ്യത്തെ അണുബോംബ് വീണത്. നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചുരിഞ്ഞ കൊടും ഭീകരത. 3.5 ലക്ഷം ജനസംഖ്യയുണ്ടായിരുന്ന നഗരത്തിലെ 2 ലക്ഷം പേരും മരണമടഞ്ഞു. സ്ഫോടനം നടന്ന ഹിരോഷിമയിൽ ഏകദേശം എല്ലാ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. 2 ലക്ഷത്തിലധികം പേർ ആണവ വികിരണത്തിന്റെ ഫലമായി ജനിതക വൈകല്യങ്ങളുള്ളവരായി തീർന്നു. മാറാരോഗങ്ങൾ ആയിരങ്ങളെ വേട്ടയാടുന്നു. ദിവസങ്ങളുടെ ഇടവേളയിൽ ഓഗസ്റ്റ് 9-ന് നാഗസാക്കി നഗരത്തെയും അമേരിക്ക തകർത്തെറിഞ്ഞു. ഹിരോഷിമ ദുരന്തത്തെ അതിജീവിച്ച് പിന്നീട് രക്താർബുദം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയ സഡാക്കോ എന്ന പെൺകുട്ടി ലോക മനസ്സുകളിൽ ഇന്നും വിങ്ങലോടെ ഓർക്കുന്നു. സഡാക്കോ സസോക്കി ഉണ്ടാക്കിയ പേപ്പർ കൊക്കുകൾ ഇന്ന് ലോക സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു. യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങൾ, അവയുടെ പ്രത്യാഘാതങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലുതാണ്. അതുകൊണ്ടുതന്നെ ലോക സമാധാനം പുരോഗതിക്കായി ഓരോ മനുഷ്യനും പ്രതിജ്ഞ എടുക്കേണ്ടത് സമയമാണിത്. ലോകത്ത് ഇനിയൊരു ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.